കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട സാൻഡ്വിച്ച് തയ്യാറാക്കിയെടുത്താലോ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് മെൽറ്റാക്കി അതിലേക്ക് 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ്, മിക്സഡ് വെജിറ്റബിൾസ് ആണ് ചേർത്തിരിക്കുന്നത്. ഒന്നുകിൽ ഇതുപോലെ ഫ്രോസൺ വെജിറ്റബിൾസ് ചേർക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, സ്വീറ്റ് കോൺ, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ക്യാബേജ് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ്. മൈദ ചേർത്തിട്ട് ഒരു 1 മിനിറ്റിലധികം 1-1.5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച ചുവങ്ങ് മാറിക്കിട്ടണം വഴറ്റിയിട്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാല് മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർക്കണം. അപ്പോൾ ഞാനിതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് പാല്, ഏകദേശം ഒരു 1/3 കപ്പോളം പാല് വീണ്ടും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ട സാൻഡ്വിച്ച് ആണല്ലോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഫ്രോസൺ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പൊറോട്ട ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫ്രോസൺ പൊറോട്ട എടുത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമ്മൾ മാവ് കുഴച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. മുകളിൽ ഞാൻ കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചീസ് സ്ലൈസോ അതല്ലെങ്കിൽ ചെഡാർ ചീസ്, എന്താണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പൊറോട്ട ആണെങ്കിൽ ഒന്നുകൂടി ഒട്ടിക്കാൻ ഈസി ആയിരിക്കും. ഇത് കുറച്ചൊന്ന് ഒട്ടിക്കാൻ പണിയുണ്ടായിരുന്നു, എന്നാലും നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് പൊറോട്ട സാൻഡ്വിച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് പാനിൽ വെച്ചിട്ടൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം കേട്ടോ. ഇത് വേവാത്ത പൊറോട്ട ആണല്ലോ, അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ എല്ലാ സൈഡും വേവിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒരു കോണൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വെച്ചിരിക്കുന്നത്, എല്ലാ ഭാഗവും നല്ലതുപോലെ വേവാനായിട്ട്. അതിന് ശേഷം നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എയർ ഫ്രയറിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 എയർ ഫ്രയറിലും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് എയർ ഫ്രയറിൻ്റെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ടെമ്പറേച്ചർ 180 ഡിഗ്രിയിലും ടൈം 12 മിനിറ്റുമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 12 മിനിറ്റ് സമയമാണ് ഇതിന് ആവശ്യമുള്ളത് 180 ഡിഗ്രിയിൽ. അപ്പോൾ ഒരു പകുതി സമയമായപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് എടുത്തിട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നല്ലതുപോലെ വേവിച്ചെടുക്കാം. എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 12 മിനിറ്റ് കറക്റ്റ് സമയമായിരുന്നു. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ
നമ്മുടെ പാനിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാക്കിയതും എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടാക്കിയതും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഒരേപോലെ അടിപൊളിയാണ്. സൂപ്പറായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്